തോഴിക്കെന്തോ പറയാനുണ്ടല്ലോ. ഇവൾ പറയുകയാണ്, നമ്മുടെ പരിചാരകർ അങ്ങയുടെ പിറന്നാളിന് ആടിത്തിമർക്കാൻ കുറെ നേരമായി കാത്തു നിൽക്കുന്നുവെന്ന്. എവിടെ കാണട്ടെ. I wanna live my life for you, baby. Come on and tell me that you feel it too. I wanna live my life for you, baby. You gotta tell me that you feel it too. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും. തേൻ വണ്ടു ഞാൻ അലരേ, തേൻ വണ്ടു ഞാൻ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലാ വണ്ടു ഞാൻ നനയും തേൻ വണ്ടു വിദൂഷകന്റെ മകനും സംഘവും സംഗീത കച്ചേരി നടത്താൻ അനുമതി വെച്ചിരിക്കുന്നു. അയ്യോ, അവരിങ്ങോട്ട് കടത്തിവിടില്ലേ? എന്താ വിദൂഷക? അങ്ങക്ക് കേക്കണോ? കഴിഞ്ഞ മാസം ഒരു കോസലത്ത് സംഗീത കച്ചേരി നടത്താൻ പോയപ്പോ കാട്ടിക്കൂട്ടിയത്. എവിടാടാ ഇത്? ഞാൻ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. ആശാൻ എന്തിയെ? ആശാനും ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. അവിടെ കഴിച്ചോണ്ടിരുന്നത് കമ്മറ്റിക്കാർ വന്ന് ഭയങ്കര വിഷയം ഉണ്ടാക്കിയിട്ട് ഗാനമേള തുടങ്ങാൻ വേണ്ടിട്ട്. ഞാൻ ഒരു കാര്യം നമുക്കൊരു കാര്യം, ആശം വരുന്നതിന് മുമ്പ് നമുക്ക് സൗണ്ട് സാധകം ചെയ്ത് നമ്മുടെ സൗണ്ട് ടെസ്റ്റ് ചെയ്ത് തുടങ്ങിയേക്കാം. തുടങ്ങിക്കോ. പൈപ്പ പൈപ്പമ്മ രണ്ടൊന്നല്ലേ? കറക്റ്റാണ്. കായ്ക്ക കായ്ക്ക കരി കരി
ആന ആടും കൂടി എന്താ ഇവിടെ കിടന്ന് കാണിക്കണം? ഞങ്ങളൊരു സാധനം ചെയ്തതാ. സാധനം ചെയ്താ? അല്ല, സാധകം. എടാ വൃത്തികെട്ടവനെ, സാധകം ചെയ്യരുത്, സാധകം ചെയ്യുന്ന എത്ര പ്രാവശ്യം പറഞ്ഞു തന്നെ? അതെന്താ? എടാ സാധകം ചെയ്താ മരിച്ചു പോകും. എന്റെ അച്ഛൻ ഗാനപരദൂഷണം പത്മനാഭ ഭാഗവതൂരി മരിച്ചത് എങ്ങനെയാണെന്നറിയാമോ? എങ്ങനെ മരിച്ചേ? ഇതുപോലെ സാധകം ചെയ്തിട്ടാ. ആ മോഹൻലാൽ ഒറ്റൊരുത്തൻ കാരണം എന്റെ അച്ഛൻ മരിച്ചു. നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ. അതെങ്ങനെ മരിച്ചു? എടാ എന്റെ അച്ഛൻ കർണാടക സംഗീത പാഠം തലക്ക് പിടിച്ച് തലക്ക് പ്രാന്തായിട്ട് തെക്ക് വടക്ക് ഓടി നടക്കുന്ന സമയം. ഈ സമയത്താണ് മോഹൻലാൽ 6-ാം തമ്പുരാൻ സിനിമ അഭിനയിക്കുന്നത്. അതിന് മോഹൻലാൽ ഒരു ഡയലോഗ് പറയണ്ടല്ലോ, സംഗീതം പഠിക്കണമെങ്കിൽ സിംഹത്തിന്റെ മടയിൽ പോണം. ഇത് കേട്ട വഴി എന്റെ അച്ഛൻ എണീറ്റ് ഒരൊറ്റ ഓട്ടായിരുന്നു. എങ്ങോട്ട്? നേരെ സിംഹത്തിന്റെ മടിയിൽ പോയി. മടിയിലല്ലോ, മടലല്ലേ ഇരിക്കുന്നത്. മടയിലാ പോണ്ട, അച്ഛൻ കയറി മടിയിലായിരുന്നത്. സിംഹം പൊറോട്ട കീറുമ്പോൾ 5-6 കീറി. അവിടുന്ന് നേരെ എണീറ്റ് ഒറ്റ ഓട്ട നേരെ ഗുരുവിന്റെ മുമ്പിൽ ചെന്നു. ഗുരുവിന്റെ മുമ്പിൽ ചെന്നപ്പോഴത്തേക്കും ഗുരു മുണ്ട് മടക്കി കുത്തിട്ട് ഒറ്റ ചോദ്യ, ദക്ഷിണ വലിയ ഇരിപ്പുണ്ടോ? എന്റെ അച്ഛനല്ലേ, 5 പൈസ. അവസാനം ഗുരുവിന് ദേഷ്യം കയറിയപ്പോ ഗുരു തമിഴിലൊരു ഒറ്റ ഡയലോഗ്, ജോ കഭി ഖതം ഹോ ജാതി ഹൈ ഹൈ ഹോ ഹം ഹേ ഹും. മനസ്സിലായ? ഇല്ല, ഒന്നും മനസ്സിലായില്ല. മനസ്സിലായില്ലേ? എടാ സംഗീതം പഠിക്കണമെങ്കിൽ കഴുത്തോളം വെള്ളത്തിൽ മുങ്ങി നിന്നിട്ട് സാധകം ചെയ്യണം. അങ്ങനെ എവിടെ ഗോളിയാറിൽ അവിടെ കുളിക്കാൻ വെള്ളമുണ്ടോ? പുഴയില് വെള്ളമുണ്ടോ? കിണറ്റില് വെള്ളമുണ്ടോ? കണ്ണില് വെള്ളമുണ്ടോ? അവസാനം ഒരു ബക്കറ്റ് വെള്ളം കിട്ടി. ഈ ഒരു ബക്കറ്റ് വെള്ളത്തിൽ എങ്ങനെ കഴുത്തോളം മുങ്ങിക്കണം? എങ്ങനെ മുങ്ങിക്കും? എന്റെ അച്ഛൻ എന്നെക്കായും ബുദ്ധിയുള്ളവനാ. അച്ഛൻ എന്ത് ചെയ്ത്, ഈ ഒരു കുടം ഈ ബക്കറ്റ് വെള്ളത്തിൽ തല അങ്ങോട്ട് കുത്തിയിട്ട് കാലും പൊക്കി അച്ഛൻ 1 മണിക്കൂർ അങ്ങോട്ട് നിന്ന്. അവസാനം 1 മണിക്കൂർ കഴിഞ്ഞ് പൊക്കി നോക്കിയപ്പോ സാധകം ചെയ്യാൻ നിന്ന് അച്ഛൻ സാധനം കാലിയായി. മോഹൻലാലിന് എന്റെ കൈ കിട്ടും, അന്ന് ഞാൻ ശരിയാക്കി കൊടുത്തോളാം. ഈ പരിപാടി തുടങ്ങാൻ നേരമായി. പെട്ടെന്ന് സൗണ്ട് ഒക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം. അല്ലേ, ഇതെന്തോ സംഭവം? എനിക്കറിയാൻ പാടില്ല. നമുക്ക് വേറെ ചെയ്യാം. ഒരല്പം താഴണം. സാന്ന് പറഞ്ഞ യെസ് അവന്നെ, യെസ്. സാ താഴ്ത്തെ. പോരാ, കുറച്ചൊരു